സ്പീക്കർ AM ഷംസീറിന്റെ തിരക്കഥയിൽ ഒരുങ്ങി മന്ത്രി വീണ ജോർജ് അതിമനോഹരമായി അഭിനയിച്ച ആ സിനിമ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അതും പൊളിഞ്ഞു. അത് എന്നെ സംഭവിച്ചത്. ഈ സർക്കാരിന്റെ കാലത്ത് ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള, ഏറ്റവും കൂടുതൽ വീഴ്ചകൾ വിലയിരുത്തിയിട്ടുള്ളത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട പല നീക്കങ്ങളെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ വളരെ മോശമാണ്. വീണ ജോർജിനെ അവർക്ക് നേരെ നടന്ന പൈശാചികമായ KSUക്കാരുടെ വധശ്രമം, ആക്രമണമല്ല വധശ്രമം, അത് എത്ര ഗുരുതരമായിരുന്നു. അതിൽ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് സംഭവിച്ച ശാരീരികവും മാനസികവുമായിട്ടുള്ള ആഘാതം, ക്ഷതം എത്ര ഭയാനകമായിരുന്നു എന്നുള്ളത് കേരളത്തിലെ 3.5 കോടി ആളുകൾക്കും ഇതിനകത്ത് തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുള്ള. അറിയാലോ, തകർത്തോളണം. കണ്ട എന്റെ അനുഭാവി KPP പ്രവർത്തക ശ്യാമളയെ അതിനിഷ്ഠൂരമായി മർദ്ദിച്ചത് കണ്ട. പരിയാരം മെഡിക്കൽ കോളേജിൽ അവരെ അഡ്മിറ്റ് ചെയ്തപ്പോൾ മുതൽക്ക് ഇതുപോലെയുള്ള മെഡിക്കൽ ബുള്ളറ്റിനുകൾ പുറത്തു വന്നിട്ടുള്ളതാണ്. മന്ത്രിയുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമായി തുടരുന്നു, നിയന്ത്രണാധീനമാണ്, തുടർ ചികിത്സ ആവശ്യമാണ്. ഇങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മൾ ദൈനംദിന അടിസ്ഥാനത്തിൽ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളൊക്കെ വിചാരിച്ചത് മിക്കവാറും വല്ല പൊതു അവധി അടുത്ത ദിവസം അങ്ങനെ ഉണ്ടാവോ എന്ന് പോലും പേടിച്ചു പോയി. അത് ശരി, അപ്പൊ എന്റെ മുഖം കാണാതിരിക്കുവല്ലേ? പക്ഷെ പിന്നീട് അവരുടെ ആരോഗ്യനില കുറേശ്ശെ മെച്ചപ്പെടുന്നുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് ICUലേക്ക് മാറ്റി, ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റാൻ ആലോചിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ ടീം കൂടാതെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് പോയ ടീമുണ്ട്. മിക്കവാറും തിരുവനന്തപുരത്ത് നിന്ന് ഒരു ടീം വിമാനത്തിൽ പുറപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊക്കെ. അങ്ങനെ സംഭ്രമജനകമായ വാർത്തകൾ കേട്ട് നമ്മളൊക്കെ നടുങ്ങി തരിച്ചിരിക്കുന്നു. അഭിനയിക്കുമ്പോഴേ ബാലയുടെ അത്ര ഓവർ ആവണ്ട, സീരിയലിന്റെ അളവിലും മതി. നിന്റെ വേലയൊക്കെ മനസ്സിരിക്കട്ടെ. വിനു വായിച്ച ബുള്ളറ്റിൻ അത് പ്രകാരം മന്ത്രിക്ക് യാത്ര ചെയ്യുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. സൂക്ഷ്മ നിരീക്ഷണവും പരീക്ഷണങ്ങളും തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ. നേരം വെളുത്തപ്പോൾ കേൾക്കുന്നു മന്ത്രി അവിടുന്ന് അപ്രത്യക്ഷയായിരിക്കും. അവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. കൂടുവിട്ട് കൂടുമാറൽ എന്ന് പറഞ്ഞ വിദ്യ ഉപയോഗിച്ച് അവർ തിരുവനന്തപുരത്തേക്ക് പോന്നിരിക്കുകയാണ്. പക്ഷെ തിരുവനന്തപുരത്ത് എത്തിയിട്ടില്ല. മിക്കവാറും തിരുവല്ലയിലെ പുഷ്പഗിരി ആശുപത്രിയിൽ അവരെ പ്രച്ഛന്ന വേഷധാരിയായിട്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം നമ്മുടെ സർക്കാർ സംവിധാനം വളരെ വിശ്വസ്തരമാണെങ്കിലും അവർക്ക് വിശ്വാസമുള്ള സ്ഥലത്ത് വേണമല്ലോ ചികിത്സ നടത്താൻ. അപ്പോൾ ഒന്നുകിൽ പുഷ്പഗിരിയിൽ അല്ലെങ്കിൽ ബിലീവേഴ്സ് ചർച്ചിന്റെ മെഡിക്കൽ കോളേജിൽ ഇവരെ അഡ്മിറ്റ് ചെയ്തിരിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അവർ പത്തനംതിട്ട വീട്ടിൽ വിശ്രമിക്കാനും സാധ്യതയുണ്ട്. സംശയിക്കാൻ എന്തിരിക്കുന്നു, അത് തീർച്ചയല്ലേ. ഏതായാലും അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ നമ്മളൊക്കെ സന്തോഷിക്കുകയല്ലേ ചെയ്തത്. അതായത് VD സതീശൻ പറയുന്ന പോലെ മന്ത്രി അഭിനയിക്കുകയാണ് എന്നൊക്കെ പറയുന്നത് ക്രൂരമാണ്. അങ്ങനൊന്നും പറയാൻ പാടില്ല. ഒരാള് ആശുപത്രി കിടക്കുമ്പോൾ, പ്രത്യേകിച്ച് മരണാസന്നയായി കിടക്കുന്ന ഒരാളെ കുറിച്ച് ഇന്നോ നാളെയോ എന്ന രീതിയിൽ കിടക്കുമ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നത് ക്രൂരതയാണെന്നാണ് എന്റെ അഭിപ്രായം. ചേച്ചി കരയരുത്, ചേച്ചി KPPയുടെ ധീരയായ പ്രവർത്തകയാണ്. മാത്രമല്ല ശ്രീമതി വീണ ജോർജ് അവരിന്നിപ്പോ ഇന്ത്യ വിഷനിൽ വാർത്ത അവതരിപ്പിക്കുന്ന ആളാണെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്ത് വിനോട് തോന്നുന്നുണ്ട്. വേറൊരു മന്ത്രി ആശുപത്രിയിൽ ചികിത്സ നടക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. വീണ ജോർജ് ആണെങ്കിൽ ചെയ്യുമായിരുന്നില്ല. ഇതൊക്കെ അവനവന് പറ്റുമ്പോഴേ പഠിക്കൂ. ഡോക്ടർമാരുടെ ഈ ബുള്ളറ്റിനേക്കാളും ഒക്കെ പാർട്ടിക്കാർ വിശ്വസിക്കുന്നത് പാർട്ടി സെക്രട്ടറിയുടെ കമ്മ്യൂണിക്കെയാണ്. ഇതാ ഞാൻ പറയുന്നത്, നിനക്ക് ബുദ്ധി ഇപ്പോഴും വികസിച്ചിട്ടില്ല. അത് പണ്ടുപോലെയുള്ള ഒരു കാര്യമാണ്. സോവിയറ്റ് യൂണിയനുള്ള കാലത്തും പാർട്ടി നേതാക്കന്മാരോട് ആലോചിച്ചിട്ടാണ് പ്രധാനപ്പെട്ട സഖാക്കളെയൊക്കെ ചികിത്സിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള ചരിത്രമുള്ളൊരു പാർട്ടിയുടെ പ്രാദേശിക ഘടകമാണ് CPIM കേരള ഘടകം. ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പോൾ സഖാവ് ഗോവിന്ദൻ മാഷും സഖാവ് MA ബേബിയും സഖാവ് പിണറായി വിജയനും കൂടി ആലോചിച്ച് ഒരു ചികിത്സ പറഞ്ഞാൽ ആ ചികിത്സയാണ് പരിയാരം മെഡിക്കൽ കോളേജിലല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും സഖാവ് വീണ ജോർജിന് കിട്ടേണ്ടത്. അത് മാത്രമേ കിട്ടുകയുള്ളൂ. തെറ്റായ തീരുമാനങ്ങൾ ഞാനാണ് തിരുത്താറുള്ളത്. എന്റെ വാക്കവൻ തട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംവിധാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇങ്ങനെ പല അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നമ്മളെ പോലെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലായതല്ല. നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവില്ല. എനിക്ക് പിന്നെ ഈ സംവിധാനത്തിന്റെ ഭാഗമായി കുറെ നാൾ പ്രവർത്തിച്ച ആളെന്നുള്ള എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാവും. ഇതൊരു മാതിരി തറ പരിപാടിയായി പോയി. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും, അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലമാണ്. അപ്പൊ ഞങ്ങളുടെ പാർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല എന്ന് സഖാവ് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ അന്തർധാര പലതും ഉണ്ട്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ നടക്കേണ്ടത്. പിന്നെ 1.5 കിലോമീറ്റർ താഴ്ചയല്ലേ, ഇതിലൂടെയല്ലേ ഡോക്ടർ കുടലെല്ലാം എടുത്ത് പുറത്തിട്ടത്. ചോദ്യത്തിന് മറുപടിയാ കുട്ടി കുടൽ. അപ്പൊ വീണ ജോർജിന് ഈ KSUക്കാരുടെ അക്രമത്തിൽ പരിക്ക് പറ്റിയെങ്കിൽ എന്ത് പരിക്കാണ് പറ്റിയത്, ആ പരിക്കിന് ഏത് ആശുപത്രിയിൽ എന്ത് തരം ചികിത്സയാണ് കൊടുക്കേണ്ടത് എന്ന് പാർട്ടി തീരുമാനിക്കും. ഈ പാർട്ടി എന്നതിന് അടിപൊളി. അങ്ങനെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ട് വരും. ആ തീരുമാനം അനുസരിച്ചിട്ടുള്ള ബുള്ളറ്റിനാണ് നിങ്ങളിപ്പോൾ നേരത്തെ വായിച്ചതും ഇപ്പോൾ വായിച്ചതും ഇനി വായിക്കാൻ പോകുന്നത്. സംഭവിച്ചതെല്ലാം ഒരു തോന്നൽ പോലെ തോന്നുക. സംഭവിച്ചതെല്ലാം നല്ലതിനാ, ഇനി സംഭവിക്കാനിരിക്കുന്നത് നല്ലതിനാ. അതൊക്കെ പാർട്ടിയുടെ ഹിതവും പ്രിയവും അനുസരിച്ച് പാർട്ടി ഓഫീസിൽ നിന്ന് തീരുമാനിക്കുന്ന ചികിത്സയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതാ പ്രകൃതം.
എന്താ ചെയ്യാ ഒരു ജന്മം. എത്ര നാളിനുള്ളിൽ ഇവരുടെ അസുഖം മാറണം എന്നൊക്കെ ഇവർ നിയമസഭയിൽ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഹാജരാകണം എന്ന കാര്യവും പാർട്ടി തീരുമാനം. അതിന്റെ ഒരു ലൈൻ അതാ അല്ലേ? അപ്പോൾ പാർട്ടിയുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ അലംഘ്യമാണ്, കല്ലെ പിളർക്കുന്ന കൽപ്പനയാണ്. അത് അംഗീകരിക്കുകയും അതനുസരിച്ചുള്ള ചികിത്സ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യുന്ന ജോലി മാത്രമേ ഡോക്ടർമാർക്കൂ. അത് കണ്ടപ്പോഴേ തോന്നി. അതനുസരിക്കുന്ന ഉത്തരവാദിത്തമാണ് വീണ ജോർജിനോ അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനോ മക്കൾക്കോ ആർക്കും ഇന്ന രീതിയിലുള്ള ചികിത്സ കൊടുക്കണം എന്ന് നിർബന്ധിക്കാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. അതാണ് ഈ പാർട്ടി സംവിധാനം. ശ്രീ ജയശങ്കർ, നമ്മുടെ അന്വേഷണത്തിന് അറുതിയായിട്ടുണ്ട് മന്ത്രി എവിടെയെന്നുള്ള അവരുടെ ഓഫീസ് ഇറക്കിയ വാർത്താക്കുറിപ്പാണ്. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മന്ത്രിയെ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം ഡിസ്ചാർജ് ചെയ്തിരുന്നു. 4 ദിവസം പൂർണ്ണ വിശ്രമമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ തുടരുന്നുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഫോളോ അപ്പ് ചികിത്സ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിലെ വീട്ടിലാണ് മന്ത്രി വിശ്രമത്തിലുള്ളത്. അത് ഞാൻ പറഞ്ഞില്ലേ, മന്ത്രി ഒന്നുകിൽ പുഷ്പഗിരിയിലായിരിക്കും അല്ലെങ്കിൽ ബിലീവേഴ്സിലായിരിക്കും, മിക്കവാറും പത്തനംതിട്ടയിലെ വീട്ടിലായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ എനിക്കത് അറിയാം. വീണ ജോർജ് മന്ത്രി അവിടെ മുമ്പും പാർട്ടിയിൽ ചേരുന്നതിന് മുമ്പും സഖാവാകുന്നതിന് മുമ്പ് എനിക്ക് ആ മഹതിയെ പരിചയമുണ്ട്. ഞങ്ങൾ ഇന്ത്യ വിഷൻ ചാനലിൽ കുറക്കാലം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ്. അപ്പൊ അതുകൊണ്ട് വീണ ജോർജിന്റെ അസുഖത്തിന്റെ രീതി എന്തായിരിക്കും, അതിന്റെ ചികിത്സയുടെ ഒരു സങ്കേതം എന്തായിരിക്കും എന്നൊക്കെ എനിക്ക് ഊഹിച്ച് പറയാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ മിക്കവാറും ഒരു വീട്ടിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞു. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാവരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? അപ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന ചില കാര്യങ്ങളും ഇതിനകത്തും ഉണ്ട് എന്ന് പിന്നെ മനസ്സിലാക്കിയാൽ മതി. കാരണം വീണ ജോർജിനേക്കാൾ മുമ്പ് ഈ പാർട്ടി സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയ ആളാണ് ഞാൻ. ഇതുപോലെ മറ്റ് പല അസുഖങ്ങളും അതിന് മറ്റ് പലതരത്തിലുള്ള ചികിത്സകളൊക്കെ എനിക്കറിയാം. ഹരിചന്ദ്ര, എന്റെ അടുത്ത് വേലിറക്കല്ലേ, നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എനിക്ക് പരിചയമുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ എൻ്റെ സംശയം ശ്രീ ജയശങ്കർ, ഞാൻ നേരത്തെ വായിച്ച ഈ 13 ഡോക്ടർമാരടങ്ങുന്ന സംഘം ഇന്നലെ വൈകുന്നേരം നിരന്തര നിരീക്ഷണം ആവശ്യമായതിനാൽ ICUവിൽ തന്നെ ചികിത്സ തുടരുവാൻ ബോർഡ് തീരുമാനിച്ചു. നിലവിലുള്ള ശാരീരികാവസ്ഥയിൽ യാത്ര അനുവദനീയമല്ലാത്തതിനാൽ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ICUവിൽ തന്നെ തുടരാൻ നിർദ്ദേശിച്ചു. എന്റെ അമ്മയ്ക്ക് എന്തൊരു പെർഫോമൻസ്! അത് കഴിഞ്ഞ് പുലർച്ചെ ആയപ്പോഴേക്കും മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം മന്ത്രിയെ ഡിസ്ചാർജ് ചെയ്തു എന്നാണ് അവരുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ICUവിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്യാൻ ഈ മെഡിക്കൽ ബോർഡ് തീരുമാനിച്ചു എന്ന് കേൾക്കുമ്പോഴുള്ള അത്ഭുതം കൊണ്ടാണ് ശ്രീ ജയശങ്കർ. അപ്പൊ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായിട്ടില്ലല്ലേ? ഒട്ടും വിശ്വാസമായില്ല. അതല്ലേ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് ഈ പാർട്ടിയെ പറ്റി ഒന്നും അറിയില്ലെന്നുള്ളത്. സഖാവ് വീണ ജോർജിന് എന്ത് ചികിത്സ കൊടുക്കണം എന്നുള്ളത് പാർട്ടി ആലോചിച്ച് തീരുമാനിച്ചു. സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ, സഖാവ് MA ബേബി, സഖാവ് പിണറായി വിജയൻ, ഒരുപക്ഷെ സഖാവ് പ്രഭാ വർമ്മ, ഇവരെ കൂടി ആലോചിച്ചിട്ട് പരിയാരത്ത് കിട്ടുന്നതിനേക്കാളും വിദഗ്ധ ചികിത്സ പത്തനംതിട്ടയിൽ അവരുടെ വീട്ടിലാണ് കിട്ടുന്നത്. അതിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ ഒരു മേൽനോട്ടം ഉണ്ടായാൽ മതിയും തീരുമാനിച്ചു. എന്തൊരാളുകളാ ഭഗവാനാ ഇത്! അങ്ങനെയുള്ള സ്റ്റാലിന് ഗുളിക കൊടുക്കണോ ഇഞ്ചക്ഷൻ കൊടുക്കണോ എന്ന് പാർട്ടി തീരുമാനിച്ചത്. നിങ്ങൾ ഈ ചരിത്രമൊക്കെ പഠിക്കണം. നമ്മൾ പാർട്ടിയുടെ ചരിത്രം എന്ന് വെച്ചാൽ അത്ര എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യമല്ല. ഇതൊരു വല്ലാത്ത ജന്മം തന്നെ. അതെ, ഇതൊരു വല്ലാത്ത ജന്മം തന്നെയാ. ഞാൻ ഇതുവരെ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഇത്ര ഗൗരവ സ്വഭാവമുള്ള ഒരു വിഷയത്തിൽ ഈ റോഡിലൂടെ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര ദൂരം സഞ്ചരിച്ച് വരിക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഒരു പരസ്യം കാണുന്നുണ്ട്, റോഡെല്ലാം റെഡിയാക്കി. ഇതൊക്കെ കേട്ടിട്ട് എന്റെ വൈറ്റമിൻസ് ചോർന്ന് പോണു വിക്രമ. ഞാൻ ആ പരസ്യം കണ്ടപ്പോൾ ഞാൻ സൂക്ഷിച്ചു നോക്കുമായിരുന്നു, റോഡെല്ലാം റൊട്ടിയാക്കി എന്നാണോ എഴുതിയിരിക്കുന്നത്. ഈ റോഡിലൂടെ പോയാൽ ഒരു സാധാരണ മനുഷ്യന്റെ പെടലി വെട്ടും. അപ്പൊ അങ്ങനത്തെ ഒരു റോഡിലൂടെ സഞ്ചരിച്ച് ഇങ്ങനെ ഒരു അടിയന്തര ചികിത്സ ആവശ്യം ഉണ്ടായിരുന്ന ഒരു മന്ത്രിയെ അങ്ങനെ വരേണ്ട സാഹചര്യം എന്താണ് എന്ന് എനിക്ക് തീരുമാനിച്ചു. അതിനേക്കാൾ എന്നെ ആകർഷിച്ച ഒരു വാചകം മുഖ്യമന്ത്രിയുടെ പടം വെച്ചിട്ട് എല്ലാവർക്കും പണിയായി എന്ന് എഴുതിയിരിക്കുന്നതാണ്. PSC വഴി ജോലി കിട്ടിയതിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. എന്താണെന്ന് കൃത്യമായിട്ട് പിന്നീട് അറിയാം. എന്തുകൊണ്ടാണ് പത്തനംതിട്ട ഉണ്ടായിട്ട് കോന്നിയിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ, അവിടോട്ട് റെഫർ ചെയ്യാൻ എന്റെ കാര്യം എന്താണ്? അത് പറയും കേരളത്തിലെ പ്രശ്നം എന്താണെന്ന്. ഈ കോന്നി മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് എത്ര നാളായി? പക്ഷേ നല്ല കാര്യമാണ് ജോസഫ്, ഇതുപോലെയൊക്കെ കഴുത്തുവേദന ഉണ്ടാകുമ്പോൾ 12-13 ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ആരും കൊതിച്ചു പോകുന്ന ചികിത്സയാണ്. ഇതേക്കുറിച്ചായിരിക്കണം കേരളത്തിലെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിലൊക്കെ ലോകോത്തര ചികിത്സ നൽകുമെന്ന് മന്ത്രി പറയുന്നത്. ഇതൊക്കെ എന്ത്? അത് കണ്ണൂരിലെ എല്ലാ സാധാരണക്കാർക്കും കിട്ടട്ടെ. എനിക്ക് സങ്കടം ഈ നേരത്തെ അറിയിക്കുന്ന ദേശാഭിമാനി എന്ന് വായിച്ചവരെ കുറിച്ചാണ്. അതിൻ്റെ ലീഡ് വാർത്തയിൽ പറയുന്നത് വീണ ജോർജ് ICUവിൽ തുടരുന്നുവെന്നാണ്. രാവിലെ പത്രം കയ്യിലെത്തും മുമ്പ് വീണ ജോർജ് ICUവിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങി വീട്ടിൽ പോയി എന്നുള്ളതാണ് സത്യം. മുതലാളി വിഷമിക്കണ്ട, അടുത്ത ലേലത്തിൽ എന്റെ വീക്ക്നെസിന്റെ ഡോസ് അല്പം കുറച്ചോളാം മുതലാളി. എന്റെ